Hi students, welcome to ASF Academy. This is Femi. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ള ടോപ്പിക് ആണ്. ഇതിന് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ പ്രൈസിംഗ് പോളിസീസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ടോപ്പിക്കാണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണെന്നും അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, നമുക്ക് സ്ട്രാറ്റജി എന്താ നോക്കാം ഫസ്റ്റ്, എന്നിട്ട് പ്രൈസിംഗ് സ്ട്രാറ്റജിയിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ എന്താണ്, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ടു അച്ചീവ് എ ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയും. ഇപ്പൊ ഒരു നമുക്കൊന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു രണ്ട് കൺട്രീസ് തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ ആ രണ്ട് കൺട്രീസും ആ യുദ്ധത്തിൽ വിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ, അതിന് നമുക്ക് സ്ട്രാറ്റജി എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ബിസിനസ്സിലും വരുമ്പോൾ. ബിസിനസ്സിലും ഓരോ ബിസിനസ്സിലും അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ ബീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആവും എടുക്കുന്നുണ്ടാവുക ആ വിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ എടുക്കുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജി പറഞ്ഞ എന്താ, സെറ്റ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യണതാണ്. പ്രിപ്പയർഡ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണേ? ഇൻ ഓർഡർ ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. നമ്മളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് എന്ത്, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താന്ന് നോക്കാം. പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ് സെയിം. നമ്മൾ സെറ്റ് ചെയ്യും, നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കമ്പനീന് ഒരുപാട് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, കമ്പനിയിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു കമ്പനിയുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിമാൻഡ്, കോമ്പറ്റീഷൻ, എക്കണോമിക് കണ്ടീഷൻ, ഗവൺമെന്റ് പോളിസി എക്സെട്ര എക്സെട്ര. അങ്ങനെ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് വരുന്ന ചലഞ്ചസ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചലഞ്ചസിനെ ബീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്ലാൻ ഓഫ് ആക്ഷൻസ് ഫോർമുലേറ്റ് ചെയ്യും. ആ ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷൻസിന് അല്ലെങ്കിൽ ആ പ്ലാനിനെയാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ കമ്പനിക്ക് അവിടെ മാർക്കറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ സക്സസ് ആവാൻ വേണ്ടിയിട്ട്, കോമ്പറ്റേറ്റേഴ്സിനെ ബീറ്റ് ചെയ്ത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷൻസിനെ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഇവിടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയുടെ മീനിങ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടൊരു മീനിങ് ആണ്. ഈ എ പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ ഫോർമുലേറ്റഡ് in order to meet, എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെ എന്തിനാണ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്? in order to meet challenges of external factors. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരുപാട് external factors ഉണ്ട്. അതിൽ ഏത് ഫാക്ടറാണ് പെർട്ടിക്കുലർലി? കോമ്പറ്റേറ്റേഴ്സ്. ഓക്കെ, a pricing strategy is a special kind of plan formulated in order to meet the challenges of external factors, particularly from the policies of competitors. ഓക്കെ, ഇത്രയാണ് സിംപ്ലൈസ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താണ് സ്ട്രാറ്റജി പറഞ്ഞു, എന്താണ് പ്രൈസിംഗ് സ്ട്രാറ്റജി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കണേ ഇമ്പോർട്ടന്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ അതിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രൈസിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം, പ്രൈസിംഗ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ്, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് നമ്മൾ കമ്പനി ഒരു മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ മാത്രം ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൈസ് അല്ല. ആ പ്രൈസ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും, റീഫോർമുലേറ്റ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ, ഡിമാൻഡിന്റെ, ഗവൺമെന്റ് പോളിസിന്റെ, എക്കണോമിക് കണ്ടീഷൻസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ കമ്പനി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രൈസിന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. റീഫോർമുലേറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, ചിലപ്പോൾ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് ആ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് ദ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില മെത്തേഡ്സ് അല്ലെങ്കിൽ ചില സ്ട്രാറ്റജീസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്.
ഈ സൈക്കോളജിക്കൽ പ്രൈസ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, പേര് പോലെ തന്നെയാണ്. ഇവിടെ പ്രൈസ്, കമ്പനീസ് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ശ്രദ്ധിക്കണം എന്താ, കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബാറ്റ ഷൂസ്, ബാറ്റയുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൽ മിക്ക പ്രോഡക്റ്റിന്റെയും എൻഡിങ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റിന്റെ പ്രൈസ് എൻഡ് ചെയ്യുന്നത് എപ്പോഴും 95, 99 അങ്ങനെയൊക്കെ ആയിരിക്കും. 499 അല്ലെങ്കിൽ 495, 999 അങ്ങനെ ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഓക്കെ ഇത് ഫോർ എക്സാമ്പിൾ 499 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ 400 പ്ലസ് ആണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ റേറ്റ്. ആ സ്ഥാനത്ത് 500 ആണെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്താ പോവുക, 500 ആണ്. അപ്പോൾ ഒരു രൂപയുടെ കുറവാണെങ്കിലും കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ബെറ്റർ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ പ്രൈസിങ് ചെയ്യുന്നതാണ് ആപ്പിൾ ലാപ്ടോപ്പ്. ആപ്പിൾ ലാപ്ടോപ്പിന്റെ പ്രൈസിങ് എൻഡിങ് ഒക്കെ 900, 990 പ്രൈസിന്റെ എൻഡിങ് വരുന്നത്. ഓക്കെ, അതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. പ്രൈസ് ലോ ആണ് എന്ന്, കമ്പാരിറ്റീവ്ലി പ്രൈസ് ഇതിന്റെ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസ് അപേക്ഷിച്ച് നമ്മുടെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ലോ ആണ് എന്ന് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജിയാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഒരേ പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് പ്രൈസിൽ ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും. ഡിഫറെന്റ് പ്രൈസിൽ ദാറ്റ് ഈസ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും സെയിം പ്രോഡക്റ്റിന് ഉണ്ടാവും. ഓക്കെ, ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പെട്രോൾ. പെട്രോൾ നമുക്ക് എങ്ങനെ അവൈലബിൾ ആവുക, ഓരോ സ്ഥലത്തും പെട്രോളിന്റെ റേറ്റ് ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, ചെറിയ മൈന്യൂട്ടായ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് DHL എയർലൈൻസ്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക്കൽ പ്രൈസ് ആണ്, ജോഗ്രഫി മാറുന്നതിനനുസരിച്ച്, പ്ലേസ് മാറുന്നതിനനുസരിച്ച് പ്രൈസിലും വേരിയേഷൻ വരും, സെയിം പ്രോഡക്റ്റ് ആണെങ്കിലും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ് പോയിന്റ് പ്രൈസിങ്. ഇതെന്ന് പറയുന്നത് ബേസ് പോയിന്റ് പ്രൈസിങ് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ഇതിൽ ഈ മെത്തേഡിൽ എന്താ ചെയ്യുക, സെല്ലർ ഒരു ബേസ് പോയിന്റ്, ഒരു സിറ്റി ബേസ് പോയിന്റ് ആയിട്ട് എടുക്കും. ആ ഒരു ബേസ് പോയിന്റിൽ നിന്നാണ് കസ്റ്റമേഴ്സിന് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എവിടെയാണോ കസ്റ്റമേഴ്സ്, ഈ ബേസ് പോയിന്റ് പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളുടെ ടൗൺ, ഏതെങ്കിലും ഒരു ടൗൺ ബേസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് പിന്നെ അവിടുന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് കസ്റ്റമേഴ്സിന് വരുന്നുണ്ടോ, അപ്പോൾ ഈ ഒരു ബേസ് പോയിന്റിന്റെ പ്രൈസ് വെച്ചിട്ട് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിൽ. ഇവിടെ നമുക്ക് പെട്രോൾ പറയാം. നമ്മൾ ബേസ് പോയിന്റ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരു പ്ലേസ് ബേസ് പോയിന്റ് ആണ്. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവിടുന്ന് അങ്ങോട്ട് വരുന്നതിൽ ആ ബേസ് പോയിന്റിന് പെട്രോളിന്റെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ബേസ് പോയിന്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടുന്ന് വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവിടെ പ്രൈസ്, ടോട്ടൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോൺ പ്രൈസിങ്. സോൺ പ്രൈസിങ് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ പ്രൈസിങ്ങിന്റെ അനദർ സ്ട്രാറ്റജി തന്നെയാണ്. ഈ മെത്തേഡിൽ പറയുന്നത്, നേരത്തെ നമ്മൾ ഒരു ബേസ് പോയിന്റ് പറഞ്ഞപ്പോൾ ഒരു ലൊക്കേഷൻ ആണ് ബേസ് പോയിന്റ് ആയിട്ട് അവർ പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. സോൺ പ്രൈസിങ് എന്ന് പറയുന്നതിൽ 2 or more സോൺസ് ഫിക്സ് ചെയ്യും. കമ്പനി സെറ്റപ്പ് 2 or more സോൺസ്, എന്നിട്ട് കമ്പനി ചാർജ് ചെയ്യും സെയിം പ്രൈസ് ആ ഒരു സോണിൽ. ഇപ്പൊ 2 or more സോൺസ് അവർ സെറ്റ് ചെയ്തിട്ട് ഓരോ സോണിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഒരേ പ്രൈസ് ആയിരിക്കും. ഓക്കെ, ദ കമ്പനി ചാർജസ് സെയിം പ്രൈസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ് വിത്തിൻ എ സോൺ. എങ്ങനെ ചേഞ്ച് വരും പ്രൈസിൽ, ആ പ്രൈസ് ആ സോണിൽ നിന്ന് ഡിസ്റ്റന്റ് ആവും തോറും പ്രൈസ് ഹയർ ആയും കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ബേസ് പോയിന്റ് പ്രൈസും സോൺ പ്രൈസും തമ്മിൽ മാറിപ്പോവരുത്. ചെറിയൊരു വേരിയേഷൻ, സോൺ പ്രൈസിൽ 2 or more സോൺ സെറ്റ് ചെയ്യും, ബേസ് പോയിന്റ് ഒരൊറ്റ പ്ലേസ് ബേസ് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ പ്രൈസിങ്. ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ പ്രൈസിങ് ആയിട്ട് കണക്ഷൻ അല്ല. ഇവിടെ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. സെയിം പ്രോഡക്റ്റിന് 2 പ്രൈസ് ഫിക്സ് ചെയ്യാം. സെയിം പ്രോഡക്റ്റ് ഒരേ മാർക്കറ്റിൽ തന്നെ 2 പ്രൈസ് ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ദ ഡ്യുവൽ പ്രൈസിങ്. ഡ്യുവൽ അതായത് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് സെയിം പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷെ ടു സെറ്റ് ഓഫ് പ്രൈസസ് ഫിക്സ് ചെയ്യും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ വീക്കർ സെക്ഷന് കൺട്രോൾഡ് പ്രൈസ് കൊടുക്കും, കൺട്രോൾ പ്രൈസ് ഫോർ വീക്കർ സെക്ഷൻ. അതേ സെയിം പ്രോഡക്റ്റ് തന്നെ ഓപ്പൺ മാർക്കറ്റിലെ ഹയർ പ്രൈസിനായിരിക്കും അവര് സെൽ ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഡ്യുവൽ പ്രൈസിങ്. ഓക്കെ, അപ്പോൾ വീക്കർ സെക്ഷന് നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾഡ് പ്രൈസ്, ഗവൺമെന്റ് കൺട്രോൾ പ്രൈസ് ഉണ്ടാവും. അതേപോലെ ആ സെയിം പ്രോഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ എന്തായിരിക്കും, ഹയർ പ്രൈസ് ആയിരിക്കും. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ
നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ സെയിം പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് നമ്മളെ കറന്റ് മാർക്കറ്റിൽ, അതായത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെക്കൂ. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഹയർ പ്രൈസും നമ്മളെ ഇന്റേണൽ കൺസംഷനും നമ്മൾ ലോവർ പ്രൈസും ആയിരിക്കും ആ പ്രോഡക്റ്റിന് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഡ്യുവൽ പ്രൈസിങ്. എന്നാൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലോ ബാക്കി ഒന്നിലും ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. പ്രൈസ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് മാനേജിയൽ ഡിസിഷൻ. അല്ലാതെ നമ്മുടെ കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, നമ്മൾ പ്രൈസിങ് പോളിസീസിൽ പറഞ്ഞപ്പോൾ നമ്മൾ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാറ്, കോസ്റ്റിന്റെ ബേസ്, ഡിമാൻഡിന്റെ പ്രൈസ്, വാല്യൂന്റെ പ്രൈസിൽ, കോമ്പറ്റീഷന്റെ പ്രൈസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മാനേജിയൽ ഡിസിഷന്റെ മാനേജിയൽ ഡിസിഷന്റെ ബേസിലാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാർക്കപ്പ് പ്രൈസിങ്, 7th വൺ. മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത് അനദർ ഫോം ഓഫ് പ്രൈസിങ് ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ പ്രൈസ് ഈസ് ഫോളോഡ് ബൈ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. അതായത് ഇവിടെ ഒരു certain percentage of പ്രൈസ് പെർസെന്റേജ് ഓഫ് മാർക്കപ്പ് ആഡ് ചെയ്യും നമ്മുടെ ആക്ച്വൽ പ്രൈസിന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാ, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ പർച്ചേസ് ചെയ്തു വിചാരിക്കും ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ മേലെ ഫോർ എക്സാമ്പിൾ 25 റുപ്പീസിൽ അല്ലെങ്കിൽ 25 റുപ്പീസിൽ വാല്യൂ വരുന്ന അല്ലെങ്കിൽ 100 റുപ്പീസിൽ വാല്യൂ വരുന്ന ഒരു പ്രോഡക്റ്റ് മേടിച്ചു. എന്നിട്ട് റീറ്റെയിലർ അത് സെല്ല് ചെയ്യുന്നത് പ്ലസ് ഒരു 5 റുപ്പീസും കൂടെ ആഡ് ചെയ്യും, പ്രോഫിറ്റ് 5 റുപ്പീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് സെല് ചെയ്യുന്നത്. അപ്പൊ 100 റുപ്പീസ് എന്നല്ല 105 അല്ലെങ്കിൽ 25 റുപ്പീസിൽ 30 റുപ്പീസ് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു മാർക്കപ്പ് 20% പറയുന്ന ഒരു മാർക്കപ്പ് അവിടെ ആഡ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്നതാണ് മാർക്കപ്പ് പ്രൈസിങ്. ഒരു ആക്ച്വൽ പ്രൈസിന്റെ കൂടെ certain പെർസെന്റേജ് ആഡ് ചെയ്തിട്ട് അവർ ന്യൂ പ്രൈസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് മാർക്കപ്പ് പ്രൈസിങ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണ് മാർക്കപ്പ് പ്രൈസിങ്. ചില ടൈമിൽ ചില ആൾക്കാർ അത് 100% മാർക്കപ്പ്, നമ്മൾ പറയാറില്ലേ നേരെ ഇരട്ടി വിലയിൽ വിൽക്കുന്നു എന്ന് പറയില്ലേ. അപ്പൊ 500 റുപ്പീസിനുള്ള ഒരു പ്രോഡക്റ്റ് 1000 റുപ്പീസിന് വിൽക്കുക. ദാറ്റ് ഈസ് 100% മാർക്കപ്പ് ആണ് അവിടെ ചെയ്യുന്നത്. 100% ഓവർ കോസ്റ്റിൽ നിന്ന് എത്രയാണോ ഒരു മേടിച്ച് അതിന്റെ കൂടെ 100% ആഡ് ചെയ്തിട്ട്. ദാറ്റ് ഈസ് മാർക്കപ്പ് പ്രൈസിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. ക്യാപിറ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ് പറയുന്ന അനദർ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജി ആണ്. ഇവിടെ എന്ന് പറയുന്നത് പ്രൈസ് ഒരു പ്രോഡക്റ്റ് മിക്സ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും മെയിൻ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ് ആയിരിക്കും. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിനെ മെയിൻ പ്രോഡക്റ്റിന്റെ കൂടെ നിൽക്കുന്ന ക്യാപിറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് അല്ല, ക്യാപിറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഹയർ ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്കും നമ്മുടെ പ്രിന്ററിന്റെ പ്രൈസ് പറയുന്നത് നമ്മൾ വൺ ടൈം പ്രൈസ് ആണ്. ആ പ്രൈസ് ആഡ് ചെയ്തിട്ട് പിന്നെ പ്രിന്റർ യൂസ് ചെയ്യാതെ ഇങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ട. അപ്പോൾ ഇങ്കിന്റെ പ്രൈസ് നമുക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു പ്രിന്റർ. ഓക്കെ, പ്രിന്റർ നമ്മൾ വൺ ടൈം ആണ് പേ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇങ്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മേടിക്കേണ്ടി വരും. ഓക്കെ, ഞാനത് ഒരു എക്സാമ്പിൾ പറയുകയാണെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രൈസും അല്ലെങ്കിൽ സിസ്റ്റത്തിന് പ്രൈസ്. സിസ്റ്റം എന്ന് കമ്പ്യൂട്ടർ പറയുന്ന സിസ്റ്റം നമ്മൾ വൺ ടൈം മേടിക്കും. പക്ഷെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ന്യൂ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്തോണ്ടി റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അപ്ഡേറ്റിംഗിന് പ്രൈസ് ഹയർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ബണ്ടിൽ. പ്രൈസ് ബണ്ടിൽ തന്നെ അണ്ടർ ദിസ് സ്ട്രാറ്റജി എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ഈസ് സോൾഡ് ആസ് ബണ്ടിൽ അറ്റ് ലോവർ പ്രൈസ്. അതായത് ഇൻഡിവിജ്വലി ആ പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ വരുന്ന പ്രൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ഒന്നിച്ച് വിൽക്കുക. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ മെക്ഡൊണാൾഡ്സ്, KFC, അതിന്റെ ഒക്കെ ബക്കറ്റ്സ് ഉണ്ടാവും. അതിൽ നമുക്ക് എന്താവും, അതിന്റെ KFC ഉണ്ടാവും, അതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും, അതിന്റെ കൂടെ കുടിക്കാനുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാവും, അങ്ങനെയല്ല അതിന്റെ ടച്ചിങ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ബക്കറ്റ് മേടിക്കുന്ന ടൈമിൽ വരുന്ന പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതാണ് പ്രൈസ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ഒന്നിച്ചു മേടിക്കുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഒന്നുകൂടി ലാഭമായിരിക്കും ആ ഇൻഡിവിജ്വലി മേടിക്കുന്നതിനെക്കാട്ടിലും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് പ്രൈസ് ആണ്. പ്രസ്റ്റീജ് പ്രൈസ് നമ്മൾ പ്രൈസിങ് പോളിസിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്റ്റീജ് പ്രൈസിൽ നമ്മൾ എന്താ ചെയ്യുക, ആ കമ്പാരിറ്റീവ്ലി ആ പ്രോഡക്റ്റ് പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ എന്തായിരിക്കും, ഈ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ്, ക്രിയേറ്റ് സ്റ്റാറ്റസ് സിമ്പിൾ. അത് ഇത് മേടിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി സ്റ്റാറ്റസ് ഹൈ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് കൊടുക്കുന്നത്. അതേപോലെ ഈ പ്രോഡക്റ്റ് ഹൈ ക്വാളിറ്റി ആണ്, ക്വാളിറ്റിയിൽ ഇവർക്ക് ഒരു വിട്ടുവീഴ്ചയില്ല.
ദാറ്റ് ഈസ് ദ പ്രസ്റ്റീജ് പ്രൈസിങ്. നമ്മൾ എപ്പോഴും ലക്ഷറി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ സ്മാർട്ട് ഫോൺസിന്റെ ഫീച്ചേഴ്സിന്റെ ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രസ്റ്റീജ് പ്രൈസിംഗിൽ വരുന്നത്. ഓക്കെ, പ്രസ്റ്റീജ് പ്രൈസിംഗ് നമുക്ക് വേറൊരു നെയിം ഉണ്ട്, പ്രീമിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഒരു ഐഫോൺ, ഫോർ എക്സാമ്പിൾ ഐഫോൺ, നമ്മൾ നോർമലി ഫോൺ എന്ന് പറയുന്നത്, സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ ഐഫോൺ എപ്പോഴും മറ്റു ഫോണിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? ഐഫോൺ ഉള്ള വ്യക്തികൾ കുറച്ചും കൂടി സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് നമ്മളെ കസ്റ്റമേഴ്സ് കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അതിനുള്ള വാല്യൂ ഉണ്ട് എന്നാണ് ഇവിടെ കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രസ്റ്റീജ് പ്രൈസിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? പ്രൈസ് ലൈനിങ്. പ്രൈസ് ലൈനിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് ഫേംസിന് എസ്റ്റാബ്ലിഷ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൈസ് പോയിന്റ് ടു റിപ്രസെന്റ് ഡിസ്റ്റന്റ് ക്വാളിറ്റി. അതായത് ഒരേപോലത്തെ പ്രോഡക്റ്റിന് ഡിഫറെന്റ് ക്വാളിറ്റീസിൽ, അതായത് ക്വാളിറ്റിയിൽ വേരിയേഷൻ വരുത്തി പ്രൈസിൽ വേരിയേഷൻ വരുത്തുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോഡക്റ്റ് അതിന് 3 ബേസ് പോയിന്റ് അല്ലെങ്കിൽ 3 പ്രൈസ് പോയിന്റ് അവർ കൊടുക്കുക എന്ന് വെച്ചോ, എ ബി സി അറിയണത്. അപ്പൊ എ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് 1000 റുപ്പീസും, ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് 500 റുപ്പീസും, സി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന് 250 റുപ്പീസ് ആണ് വെക്കുക. പക്ഷെ ഈ എ ബി സി പറയുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലും ചേഞ്ച് വരുത്തും. ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും 1000 റുപ്പീസ്, സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും 500 റുപ്പീസ്, തേർഡ് ക്വാളിറ്റി ആയിരിക്കും 250 റുപ്പീസ്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്, അതായത് മിഡിൽ ഇൻകം, ലോ ഇൻകം, ഹൈ ഇൻകം, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ലൈനിങ് മെത്തേഡ്സ് കമ്പനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് ക്വാളിറ്റീസ് മേടിക്കാനുള്ളവർക്ക് പ്രൈസ് ഫിക്സ്ഡ് കമ്പാരിറ്റീവ്ലി ഹയർ പ്രൈസ് ആയിരിക്കും. സെക്കൻഡ് ക്വാളിറ്റി, ബെറ്റർ ക്വാളിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി മേടിക്കുന്നവർക്ക് ആ ടൈപ്പ് ഓഫ് പ്രൈസ് ആയിരിക്കും. തേർഡ് ക്വാളിറ്റി ആവുമ്പോൾ ആ ടൈപ്പ് ഓഫ് പ്രൈസിങ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ പ്രൈസ് ലൈനിങ് മെത്തേഡ്. ഒരു ഗ്രൂപ്പ് സെയിം പ്രോഡക്റ്റ് തന്നെ ചെറിയൊരു ക്വാളിറ്റി വേരിയേഷൻ കൊടുത്തിട്ട് പ്രൈസിലും വേരിയേഷൻ വരുത്തുക. ദാറ്റ് ഈസ് ദ പ്രൈസ് ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് പ്രൈസിങ്. ഡിസ്കൗണ്ട് പ്രൈസിങ് വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഹയർ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തുന്ന ടൈമിൽ കമ്പനീസ് ഡിസ്കൗണ്ട് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് അവർ പേയ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റിന് മുന്നേ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട് പ്രൈസിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോംപ്റ്റ് അല്ല, ഹയർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ പെർസെൻറ്റേജ് പ്രൈസ് റിഡക്ഷൻ കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട് പ്രൈസിങ്. ഇതല്ലാതെ ഒരു ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ഉണ്ട്, സീസണൽ ഡിസ്കൗണ്ട് എന്ന് പറയാം. ചില ടൈമിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട് ഓഫ് സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രൈസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ആ പ്രോഡക്റ്റിന് വിൽക്കാൻ നോക്കുക. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ ആണ് എന്നുള്ള കേസ് നമുക്കറിയാം. ഔട്ട് ഓഫ് സീസൺ ഒക്കെ ആണെങ്കിൽ പല പ്രോഡക്റ്റിനും 50% ഓഫ്, 40% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. ദാറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് പ്രൈസ്. 3 ടൈപ്പിൽ, ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട് ആവാ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആവാ, അല്ലെങ്കിൽ സീസണൽ ഡിസ്കൗണ്ട്. ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് പ്രൈസിങ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയും ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്. ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് എന്താ? സെയിം പ്രോഡക്റ്റ്, സെയിം ക്വാളിറ്റി, പക്ഷെ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് പ്രൈസസ് ആയിരിക്കും. അത് എന്തിന്റെ ഏജിന്റെ ബേസിൽ, ഏജ് ആവുമ്പോൾ ചിൽഡ്രൻസിനാണെങ്കിൽ വേറെ റേറ്റ്, അല്ലെങ്കിൽ അഡൾട്ട്സിനാണെങ്കിൽ വേറെ റേറ്റ്, അങ്ങനെയാവും. പക്ഷെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയാം, അതേപോലെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് വേറെ ടൈപ്പിൽ വരാം. ടൈം പ്രൈസിങ് ആവാം. അതായത് ചേഞ്ചിന് ഓഫ് സീസണും അല്ലെങ്കിൽ പീക്ക് സീസൺസ്, അവർക്ക് നല്ല പ്രോഡക്റ്റിന് മൂവിങ് ആവുന്ന ടൈമിൽ വേറെ പ്രൈസിങ്ങും, പ്രൈസ് കുറയുന്ന ടൈമിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് പ്രൈസിംഗിൽ പറഞ്ഞ ഓഫ് സീസൺ, സീസണൽ പ്രൈസ്, ആ ടൈമിൽ വേറെ പ്രൈസിങ് ആവും. അപ്പൊ അതല്ലെങ്കിൽ നമുക്ക് വേറെ നൈറ്റ് സീസണിൽ, അതായത് ഡേ ടൈമിൽ പ്രൈസ് ചേഞ്ച്, നൈറ്റ് ടൈമിൽ വേറെ പ്രൈസ് ആയിരിക്കും. ഇപ്പൊ ഹോട്ടൽസിന്റെ ഒക്കെ കാര്യത്തിൽ നല്ല ഏതെങ്കിലും ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഹോട്ടൽസിന് ഡേ ടൈമിൽ ഒരു റേറ്റും നൈറ്റ് ടൈമിൽ ഹോട്ടൽസിന് റൂംസിന് വേറെ റേറ്റും ആയിക്കാരം. അതൊക്കെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിംഗിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷണൽ പ്രൈസിങ്. പ്രൊമോഷണൽ പ്രൈസിങ് പറയുന്നത് ടെമ്പററി പ്രൈസിങ് മെത്തേഡ് ആണ്. അവരുടെ പ്രോഡക്റ്റ് ലോ പ്രൈസിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാക്കേജ് മോഡലിൽ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവര് ചില പ്രോഡക്റ്റിന് അവരെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചില പ്രോഡക്റ്റിന് പ്രൈസ് കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ന്യൂ ആയിട്ട് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ തുടങ്ങുന്ന ടൈമിൽ, പുതുതായി ആരംഭിക്കുമ്പോൾ ഇനോഗ്രേഷൻ കഴിയുന്ന ടൈമിൽ ഒരുപാട് ഓഫേഴ്സ് കൊടുക്കും. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഫ്രീ, ഒരു പ്രോഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റിയിൽ മേടിക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെ ഒരുപാട് പാക്കേജ് ഓഫേഴ്സ് കൊടുക്കും.
അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ലോ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ലോസിനോട് ചേർന്ന് നിൽക്കണതാണ്, അവർക്ക് പ്രോഫിറ്റ് കിട്ടണമല്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് അവരെ കടയിൽ വരികയും അവരുടെ സർവീസും കാര്യങ്ങളും കണ്ട് പിന്നീട് നോർമൽ ലെവലിൽ പ്രൈസും വരുമ്പോൾ ഇതേ കസ്റ്റമേഴ്സ് വന്ന് പ്രോഡക്റ്റ് മേടിക്കും എന്നുള്ള ഒരു അസംഷൻ വെച്ചിട്ടാണ് ഈ പ്രൊമോഷണൽ പ്രൈസിങ് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ വരുന്നതാണ് ചില സീസൺസിൽ തന്നെ കോംബോ പ്രൊമോഷൻസ് ഉണ്ടാവും. ഇപ്പൊ ടെക്സ്റ്റൈൽസ് ഒക്കെ ചെയ്യുന്ന കാണാം. ഇപ്പൊ 3-4 ഡ്രസ്സിന് 3 ഡ്രസ്സിന്റെ പ്രൈസ് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ കോംബോ ഓഫേഴ്സ് കൊടുക്കുക. അല്ലെങ്കിൽ 3 ഡ്രസ്സിന് 2 ഡ്രസ്സിന്റെ പ്രൈസ് കൊടുത്താൽ മതി. ടെക്സ്റ്റൈൽസിനൊക്കെ വളരെ കോമൺ ആയി കാണുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണ്. ദാറ്റ് ഈസ് എ പ്രൊമോഷണൽ പ്രൈസിങ്. ഓക്കെ, പ്രൊമോഷണൽ പ്രൈസിങ് പറഞ്ഞ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രൈസിങ്. ഇന്റർനാഷണൽ പ്രൈസിംഗിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ്, ചില പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും, സെയിം പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റിയിൽ ഡിഫറെന്റ് കൺട്രീസിലും അവൈലബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഇൻ ദ അനദർ കൺട്രീസ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഇന്റർനാഷണലി അവൈലബിൾ ആകുമ്പോൾ കമ്പനീസ് ആ പ്രൈസ് ചാർജ് ചെയ്യില്ല. ആ പ്രൈസ് ചാർജ് ഡിഫറെന്റ് കൺട്രീസിൽ എങ്ങനെയെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചില ടൈമിൽ നമ്മുടെ യൂണിഫോം പ്രൈസ് ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കറന്റ് മാർക്കറ്റ്, ദാറ്റ് ഈസ് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന അതേ റേറ്റിൽ തന്നെ ആയിരിക്കാം വേൾഡ് വൈഡ്. അത് ഏത് കൺട്രി ചെന്നാലും സെയിം പ്രൈസിലായിരിക്കും ആ പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയും, പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയും. പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് സെയിം പ്രൈസ് ആയിരിക്കും. പക്ഷേ ചില പ്രോഡക്റ്റുകൾ നമ്മൾ എപ്പോഴും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓരോ കൺട്രിയുടെയും ലോക്കൽ മാർക്കറ്റ് കണ്ടീഷനും കോസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ പ്രൈസിങ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പ്രൈസ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് 2 ടൈപ്പില്. ഒന്നല്ലേ യൂണിഫോം പ്രൈസ് ആയിരിക്കും. അപ്പൊ ആ ടൈമിൽ എന്താണ്, എവിടെ ചെന്നാലും ആ പ്രോഡക്റ്റിന് സെയിം പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഓരോ കൺട്രിയുടെയും കോസ്റ്റ്, അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ടേക്കാണ് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഫേം പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ വെരി ലോ പ്രൈസ് ആയിരിക്കും. അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ആ കമ്പനിക്ക് ഉണ്ട് വിചാരിച്ചോ, ആ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റിൽ 1 or more പ്രോഡക്ട്സ് അവര് ഇന്റൻഷനലി വെരി ലോ പ്രൈസ് ഫിക്സ് ചെയ്യും. എന്തിനാണ് അങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? കോമ്പറ്റേറ്റേഴ്സിനെ മാർക്കറ്റിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് ലോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ അവർക്ക് ലോസ് ആയിരിക്കും. അവർ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാത്ത ലെവലിലുള്ള പ്രൈസിംഗ് ആണ് ഫിക്സ് ചെയ്യുക. പക്ഷേ കോമ്പറ്റേറ്റേഴ്സിന് ഈ ഒരു പ്രൈസിലാകുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് അവരെ പ്രോഡക്റ്റ് മേടിക്കും. അത്രയും ലോ പ്രൈസ് ആണ്, പക്ഷെ ക്വാളിറ്റീസിൽ ഒന്നും ചേഞ്ച് വരുത്തുന്നില്ല. അപ്പോൾ അവർ അങ്ങനെ മേടിക്കുമ്പോൾ കോമ്പറ്റേറ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവുക. ആ ഒരൊറ്റ ഇന്റൻഷൻ വെച്ചിട്ട് ചെയ്യുന്ന പ്രൈസിംഗ് ആണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്. കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് നമ്മൾ പ്രൈസിംഗ് പോളിസിയിൽ പറഞ്ഞപ്പോൾ കോമ്പറ്റേറ്റേഴ്സിന്റെ ബേസിൽ പ്രൈസിംഗ് ചെയ്യുന്ന മെത്തേഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്? നമ്മളുടെ ഒരു പുതിയ പ്രോഡക്റ്റ്, ന്യൂ പ്രോഡക്റ്റ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പ്രോഡക്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കോമ്പറ്റേറ്റേഴ്സിന്റെ ലെവലിൽ. ഫിക്സ് ദ പ്രൈസ് അറ്റ് ദ കോമ്പറ്റേറ്റീവ് ലെവൽ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റേറ്റീവ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് പ്രത്യേകിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മറ്റ് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ മാർക്കറ്റിലെ പ്രൈസ് എന്താണോ ആ പ്രൈസ് തന്നെ ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കാരണം കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് എന്താണ്, നമ്മുടെ മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നോൺ ആക്സെപ്റ്റബിലിറ്റി ആയിരിക്കും. നമ്മൾ ആ പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റിയിൽ സെയിം ഫീച്ചേഴ്സോട് കൂടിയിട്ട് ലോവർ പ്രൈസ് കിട്ടുമ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ആരും മേടിക്കില്ല. എന്നാൽ ലോവർ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, എങ്ങനെ അസ്യൂം ചെയ്യാം, ഇൻഫീരിയർ ക്വാളിറ്റി ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോഴും നമ്മളെ പ്രോഡക്റ്റിന് വേണ്ട മാർക്കറ്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോ വി ആക്സെപ്റ്റ് ദ പ്രൈസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്താണോ പ്രൈസ് അത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പെനിട്രേഷൻ പ്രൈസിംഗ്. പെനിട്രേഷൻ പ്രൈസിംഗിൽ എന്താണ്, പ്രൈസ് എപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒരു പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ടൈമിൽ ലോ പ്രൈസ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ് ആണ് ഒരു ഫസ്റ്റ് ടൈമിൽ ഫിക്സ് ചെയ്യുന്നത് ബിഗിനിങ് സ്റ്റേജിൽ. എന്നിട്ട് കമ്പനിയുടെ ഗ്രോത്തും ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് പ്രോഡക്റ്റിന്റെ പ്രൈസ് സ്റ്റേജ് ബൈ സ്റ്റേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ദ പെനിട്രേഷൻ പ്രൈസിംഗ്. ഇപ്പൊ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മഞ്ച്, നെസ്ലയുടെ മഞ്ച്, ആ മഞ്ച് ഫസ്റ്റ് ടൈമിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ടൈമിൽ 2 rupees മഞ്ച് ആയിരുന്നു.
പക്ഷെ മഞ്ച് സക്സസ് ആയപ്പോൾ അവർ 5 rupees മഞ്ചും 10 rupees മഞ്ചൊക്കെ അവൈലബിൾ ആയി. അതായത് പ്രൈസ് പിന്നീട് കൂട്ടിക്കൊണ്ട് വന്നു. ദാറ്റ് ഈസ് പെനിട്രേഷൻ പ്രൈസിങ്. ഇങ്ങനെയല്ല പ്രൈസിങ് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആവണം ഇനീഷ്യൽ സ്റ്റേജിൽ. എങ്കിൽ മാത്രമേ ഈ പ്രോഡക്റ്റിന് ലോ പ്രൈസ് ബിഗിനിങ് സ്റ്റേജിലും എന്നിട്ട് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് കൂടുതൽ കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗിനിങ് സ്റ്റേജിൽ ലോ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ പെനിട്രേഷൻ പ്രൈസിങ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിമ്മിങ് പ്രൈസിങ്. സ്കിമ്മിങ് പ്രൈസിങ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പെനിട്രേഷൻ പ്രൈസിങ്. പെനിട്രേഷൻ പ്രൈസിങ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്താ ലോ പ്രൈസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. സ്കിമ്മിങ് പ്രൈസിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ് ആയിരിക്കും, എന്നിട്ട് പിന്നീട് പ്രൈസ് കുറച്ച് വരും മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഗെയിനിങ് എ പ്രീമിയം ഫ്രം ദ ബയേഴ്സ്. അപ്പോൾ ആരാണ് ഈ ഹയർ പ്രൈസിൽ പർച്ചേസ് ചെയ്യുക ഓൾറെഡി റെഡി ആയിരിക്കണം, അവരടുത്ത് ആ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കും, അല്ലെങ്കിൽ ഹൈ പ്രൈസ് ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. അവരവിടെ എന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മോട്ടീവ് എന്താ പറഞ്ഞാൽ അവരുടെ ലാർജ് പ്രൊമോഷണൽ എക്സ്പെൻസസ് ഉണ്ടാവില്ലേ ഏർലി സ്റ്റേജിലത്തെ, അതും കൂടി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്കിമ്മിങ് പ്രൈസ് പറഞ്ഞാൽ എന്താ ഹൈ ഇനീഷ്യൽ പ്രൈസസ് ചാർജ് ചെയ്യും വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എങ്ങനത്തെ പ്രോഡക്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞു പെനിട്രേഷൻ പ്രൈസിംഗിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പെനിട്രേഷൻ പ്രൈസിംഗ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് അല്ല സോറി, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോഡക്ട്സിനാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഹയർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. 90 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസ്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഈച്ച് പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. മാക്സിമം എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കേണ്ടേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഡൗട്ട്സ് പറയാം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.